വിശ്വരാഷ്ട്രീയത്തിലും ആഗോള സൈനിക കാര്യങ്ങളിലും കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടോളമായി നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രദർശന ബിംബമാണ് പഞ്ചഭുജാകൃതിയിലും കാഴ്ചയിൽ വ്യത്യസ്തവുമായ ഒരു അമേരിക്കൻ നിർമ്മിതിയെന്ന് നമുക്കറിയാം. യുഎസിന്റെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC സമീപം വിർജീനിയയിലെ ആർലിംഗ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ഈ വമ്പൻ കെട്ടിടം ലോകമെങ്ങും അമേരിക്കൻ ശാക്തിക കരുത്തിന്റെ പ്രതീകമായാണ് വാഴ്ത്തപ്പെടുന്നത്. US പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ ഈ സമുച്ചയം അതിന്റെ ആകൃതിയെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെന്റഗൺ എന്ന നാമത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. രണ്ടാം വിശ്വമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ബൃഹത് കെട്ടിടം ഇന്നും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ഹൃദയമായാണ് നിലകൊള്ളുന്നത്. പെന്റഗണിന്റെ ചരിത്രം, നിർമ്മാണം എന്നിവയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഈ കെട്ടിടത്തെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. പെന്റഗണിന്റെ ചരിത്രം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തോടെ അതിദ്രുതം വികസിപ്പിക്കപ്പെട്ട അമേരിക്കൻ സൈന്യത്തിനും അവരുടെ അസംഖ്യം ഉപഘടകങ്ങൾക്കും ആസ്ഥാനമായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സംയുക്ത കേന്ദ്രം രാജ്യതലസ്ഥാനമായ വാഷിംഗ്ടൺ DCയിൽ സ്ഥാപിക്കാനുള്ള US യുദ്ധകാര്യ വകുപ്പിന്റെ ആലോചനയിൽ നിന്നാണ് ആധുനിക ലോകത്തെ വിസ്മയ നിർമ്മിതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പെന്റഗണിന്റെ ഉത്ഭവത്തിനടിസ്ഥാനമായ ആസൂത്രണങ്ങളുടെ തുടക്കം. അക്കാലത്ത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഓഫീസുകൾ എല്ലാം തന്നെ വാഷിംഗ്ടണിനുള്ളിലെ വിവിധ കൗണ്ടികളിലായി ചിതറിക്കിടന്നിരുന്നതും ഇവർ തമ്മിൽ സമയാസമയങ്ങളിൽ പരസ്പരം ഏകോപനമില്ലാതിരുന്നതും പലപ്പോഴും മന്ത്രാലയത്തിന്റെ കാര്യക്ഷമതയെയും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ വകുപ്പിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു വമ്പൻ കെട്ടിടത്തിന്റെ നിർമ്മാണം തങ്ങൾക്ക് അനിവാര്യമാണെന്ന് അന്നത്തെ US വാർ സെക്രട്ടറി ശ്രീ ഹെൻറി എൽ സ്റ്റിൻസൺ തൽക്കാല അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിനോട് ആവശ്യപ്പെട്ടു. വിപുലമായ ഒരു വിശ്വയുദ്ധത്തിൽ USഉം പങ്കാളികളായിരുന്ന പ്രസ്തുത സാഹചര്യത്തിൽ സ്റ്റിംസന്റെ ഈ അഭ്യർത്ഥനയുടെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ട റൂസ്വെൽറ്റ് തന്റെ ഉപദേശകരുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം ഒരു പ്രത്യേക പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ 1941 ജൂലൈ 17 ഇത്തരമൊരു സൈനിക പ്രവർത്തന കേന്ദ്രം പടുത്തുയർത്താൻ US പ്രതിരോധ വകുപ്പിന് അനുമതി നൽകി. പെന്റഗണിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ അംഗീകാരം ലഭിച്ച ഉടൻ തന്നെ വിഖ്യാത അമേരിക്കൻ മിലിറ്ററി എഞ്ചിനീയർ ബ്രിഗേഡിയർ ജനറൽ ബ്രഹോൺ സോമർവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘത്തെയാണ് ഈ ദൗത്യത്തിനായി US യുദ്ധകാര്യ വകുപ്പ് തെരഞ്ഞെടുത്തത്. ദിവസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ വാഷിംഗ്ടൺ DCയിൽ തന്നെയുള്ള ആർലിംഗ്ടൺ സിറ്റിയിൽ ഇവർ രാജ്യത്തിന്റെ പുതിയ സൈനിക സ്ഥാനത്തിനു വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി. സ്നോഹോമിഷ് കൗണ്ടിയിലൂടെ ഒഴുകുന്ന ഒരു സുപ്രധാന നദിയായ പോട്ടോമാക് നദിയുടെ തീരത്തായിരുന്നു ഈ സ്ഥാനം. മൊത്തം 287 ഏക്കർ ഉണ്ടായിരുന്ന പ്രസ്തുത നിലം മുമ്പ് ഹേൽസ് ബോട്ടം എന്നറിയപ്പെട്ടിരുന്ന ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു. തുടർന്ന് ലോകപ്രശസ്ത ആർക്കിടെക്ട് ശ്രീ ജോർജ് ബെർഗ്സ്റ്റോമിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് ടീം അമേരിക്കൻ പ്രതിരോധ വകുപ്പിനു വേണ്ടിയുള്ള പുതു കെട്ടിടത്തിന്റെ രൂപകൽപ്പന ആരംഭിച്ചു. തൽഫലമായി ലഭ്യമായ സ്ഥലത്തിന്റെ ആകൃതിക്കനുസരിച്ച് പെന്റഗൺ എന്നു പേരുള്ള ഒരു പഞ്ചഭുജാകൃതിയിലുള്ള മാതൃക സോമർവെല്ലും സംഘവും തയ്യാറാക്കിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ മൂലം ഈ ഡിസൈനിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു. എന്നിരുന്നാലും ഇതിനെതിരെ ഉയർന്നു വന്ന എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കി മേൽപ്പറഞ്ഞ മോഡൽ തന്നെയായിരുന്നു അന്തിമമായി സ്വീകരിക്കപ്പെട്ടത്. ഈ നടപടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ തിയഡോർ റൂസ്വെൽറ്റിന്റെയും യുദ്ധകാര്യ സെക്രട്ടറി സ്റ്റിംസന്റെയും ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു. അതോടെ 1941 സെപ്റ്റംബർ 11 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയമായിരുന്നതിനാൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് പുരോഗമിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രസ്തുത ജോലിക്കായി രാവും പകലുമാണ് കഠിനാധ്വാനം ചെയ്തതും. യുദ്ധകാലമായിരുന്നതിനാൽ ഉരുക്ക് ക്ഷാമം രൂക്ഷമായിരുന്നു. തന്മൂലം ലോഹത്തിന്റെ ഉപയോഗം പരമാവധി കുറച്ച് പകരം കോൺക്രീറ്റ് പോലുള്ള വസ്തുക്കളും ചുണ്ണാമ്പ് കല്ലുകളും കൂടുതലായി ഉപയോഗിച്ചായിരുന്നു ഈ കെട്ടിടത്തെ ഇതിന്റെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർമാർ പൂർത്തിയാക്കിയത്. തൽഫലമായി പ്രസ്തുത പദാർത്ഥങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നിർമ്മിത രീതിയാണ് പെന്റഗണിൽ ഇവർ അവലംബിച്ചതും. തുടർന്ന് 1943 ജനുവരി 15 ഔദ്യോഗികമായി ഈ കെട്ടിടം രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടു.
ഉദ്ദേശം $83 മില്യൺ ചെലവിൽ കേവലം 14 മാസങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ സമുച്ചയം അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഓഫീസ് കെട്ടിടമായാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. രണ്ടാം ലോകയുദ്ധ സമയത്ത് തങ്ങളുടെ മുഴുവൻ സൈനിക ഘടകങ്ങളുടെയും നിയന്ത്രണ കാര്യാലയങ്ങൾ ഇവിടേക്ക് മാറ്റാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് പെന്റഗണിനെ മുഴുവനായും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വിനിയോഗിച്ചിരുന്നില്ല. പിന്നീട് യുദ്ധാനന്തരമാണ് ഈ ബൃഹത് കെട്ടിടം US പ്രതിരോധ സംവിധാനങ്ങളുടെ മുഖ്യ കേന്ദ്രവും അനുബന്ധമായി ആഗോള ശാക്തിക കരുത്തിന്റെ പ്രദർശന പട്ടികയിൽ അമേരിക്കൻ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ടതും. പെന്റഗണിന്റെ പ്രത്യേകതകളും പ്രവർത്തനവും. പെന്റഗണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പേരിനെ തന്നെ അർത്ഥമാക്കുന്ന സവിശേഷമായൊരു പഞ്ചഭുജാകൃതിയാണ്. നിരവധി കാരണങ്ങൾ പിന്നിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ രൂപകൽപ്പനയുടെ മുഖ്യ സ്വാധീനമായി പറയപ്പെടുന്നത് കാര്യക്ഷമമായ ഓഫീസ് വിന്യാസത്തിനും ഉദ്യോഗസ്ഥരുടെ എളുപ്പത്തിലുള്ള സഞ്ചാരത്തിനും അനുയോജ്യമായ ഒരു കെട്ടിടത്തിന്റെ ഡിസൈൻ ആയിരിക്കണം തങ്ങൾക്ക് വേണ്ടതെന്നുള്ള അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ നിർബന്ധമാണെന്നാണ്. മൊത്തം 5 വശങ്ങളും 5 നിലകളുമുള്ള ഈ വമ്പൻ സമുച്ചയത്തിന് കുറഞ്ഞത് 6.5 മില്യൺ ചതുരശ്ര അടിയാണ് വിസ്തീർണമായി ഉള്ളത്. ഇതിലെ ഓരോ വശത്തിനും 921 അടിയാണ് നീളം. കൂടാതെ A മുതൽ E വരെ അക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന 5 വളയങ്ങൾ ഈ കെട്ടിടത്തെ ശ്രദ്ധേയമാക്കുന്നു. ഇതിൽ ഏറ്റവും അകത്തുള്ള വളയമാണ് A വളയം. ഏറ്റവും പുറത്തുള്ളത് E വളയമെന്നും അറിയപ്പെട്ടിരിക്കുന്നു. ഇവയെ ബന്ധിപ്പിച്ചുള്ള നിരവധി ഇടനാഴികളാണ് പെന്റഗണിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തന്മൂലം ഇതിലുള്ള ഇടനാഴികളുടെ ആകെ നീളം ഏകദേശം 17.5 മൈലാണ് എന്നാണ് അനുമാനവും. മാത്രമല്ല ഓരോ വശത്തും ഒരു പ്രധാന പ്രവേശന കവാടമുള്ള ഈ കെട്ടിടത്തിനകത്ത് നിരവധി ഓഫീസുകൾ, കോൺഫറൻസ് റൂമുകൾ, മറ്റ് അവശ്യ സൗകര്യങ്ങൾ എന്നിവയും സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. തൽഫലമായി മിലിറ്ററി സിവിലിയൻ ഗണത്തിൽപ്പെടുന്ന 23,000-ഓളം ജീവനക്കാരാണ് ദിവസവും ഇവിടെ ജോലി ചെയ്യുന്നത്. പെന്റഗണിന്റെ രൂപകൽപ്പനയിൽ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയുടെ അന്ത്യത്തിലായിരുന്നു നിർമ്മാണമെങ്കിലും ദശകങ്ങൾക്കപ്പുറത്തേക്കും ആവശ്യമായ രീതിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ ഡിസൈൻ. അതുകൊണ്ട് തന്നെ ഓരോ ഓഫീസിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനും എന്നാൽ പുറത്തു നിന്നുള്ളവരുടെ പ്രവേശനം നിയന്ത്രിക്കാനും കഴിയുന്ന തരത്തിലാണ് ഈ വമ്പൻ സമുച്ചയത്തിന്റെ ഘടന. പെന്റഗണിന്റെ മധ്യഭാഗത്തായി ഒരു തുറന്ന സ്ഥലമുണ്ട്. ഇതിനെ ഗ്രൗണ്ട് സീറോ എന്നാണ് വിളിക്കുന്നത്. ഇത് ഈ കെട്ടിടത്തിന് മേൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ നാശനഷ്ടങ്ങളെ പരമാവധി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ തയ്യാറാക്കിയതാണ്. നിലവിൽ ഇവിടെ ഒരു ചെറിയ സ്മാരക പൂന്തോട്ടമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നതും. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനം എന്ന നിലയിൽ പെന്റഗൺ രാജ്യത്തിന്റെ സൈനിക പ്രവർത്തനങ്ങളിലെ ആസൂത്രണത്തിലും നിയന്ത്രണത്തിലും ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. ഡിഫൻസ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ഈ കെട്ടിടത്തിൽ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ്, ആർമി, നേവി, എയർഫോഴ്സ്, മറൈൻ കോർപ്സ് എന്നിവയുടെ ആസ്ഥാന കാര്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. US-ന്റെ സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്നതും സൈനിക തന്ത്രങ്ങൾ മെനയുന്നതും പ്രതിരോധ ബഡ്ജറ്റ് തീരുമാനിക്കുന്നതും പെന്റഗണിൽ വെച്ചാണ്. പെന്റഗണിന്റെ പ്രാധാന്യം. പെന്റഗൺ വെറുമൊരു കെട്ടിടം മാത്രമല്ല, അത് അമേരിക്കൻ സൈനിക ശക്തിയുടെയും പ്രതിരോധത്തിന്റെയും വലിയൊരു ബിംബം കൂടിയാണ്. ആഗോളതലത്തിൽ അമേരിക്ക ഇടപെടുന്ന സൈനിക കാര്യങ്ങളിൽ ഈ വമ്പൻ സേനാ കാര്യാലയം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നത് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല US-ന്റെ ഒരു സുപ്രധാന കമാൻഡ് സെന്ററായ പെന്റഗണിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന സൈനിക നീക്കങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ തത്സമയം അറിയാനാവും. ഇതിന് സഹായകമാവുന്ന നൂതന ആശയവിനിമയ സംവിധാനങ്ങളെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഉയർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് ഇതിന്മേൽ ഒരു ദ്രുത വിലയിരുത്തലും സാധ്യമാണ്. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പല സംഭവങ്ങളുടെ ഉത്ഭവങ്ങൾക്ക് നിദാനമായ തീരുമാനങ്ങൾക്കും ഈ ഭീമൻ സമുച്ചയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിൽ ശീതയുദ്ധം, ഗൾഫ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് യുദ്ധങ്ങൾ തുടങ്ങിയവ തന്നെയാണ് ഉദാഹരണങ്ങളായി പറയാവുന്നതും. മാത്രമല്ല US-ന്റെ സാമ്പത്തിക രംഗത്തും പെന്റഗണിന് നിർണായക സ്വാധീനമാണുള്ളത്. ഇതര രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ വൻകിട ആയുധ ഇടപാടുകൾക്ക് അന്തിമ അനുമതി നൽകുന്നതും അതുവഴി തങ്ങളുടെ തദ്ദേശീയ യുദ്ധോപകരണ വ്യവസായത്തിന് പിന്തുണയേകാനും US പ്രതിരോധ വകുപ്പിന്റെ ഈ ആസ്ഥാനം ചെയ്യുന്ന സേവനങ്ങൾ ചെറുതൊന്നുമല്ല. കൂടാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനം കൂടി ആയതിനാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിൽ ഒന്നുമാണ് പെന്റഗൺ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ പ്രശംസിക്കുന്നു.
ചുരുക്കത്തിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിരോധ സംവിധാന ഹൃദയവും അവരുടെ സൈനിക ശക്തിയുടെ ഉത്തമ പ്രതീകവുമാണ് പെന്റഗൺ എന്നതിൽ സംശയമേതുമില്ല. ഈ കെട്ടിടത്തിന്റെ സവിശേഷമായ പഞ്ചഭുജാകൃതിയും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും പെന്റഗണെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭരണകേന്ദ്രങ്ങൾ ഒന്നാക്കി മാറ്റുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അടിയന്തരാവസ്ഥയിൽ നിന്നും രൂപം കൊണ്ട ഈ ഭീമാകാരമായ ഘടനാ സമുച്ചയം കാലക്രമേണ US പ്രതിരോധ നയങ്ങളുടെയും സൈനിക തന്ത്രങ്ങളുടെയും ഒരു മികവുറ്റ കേന്ദ്രമായാണ് വളർന്നത്. അമേരിക്കയെ പിടിച്ചുകുലുക്കിയ 9/11 പോലെയുള്ള ഭീകര ആക്രമണങ്ങളെ അതിജീവിച്ച പെന്റഗൺ ഇന്നും ലോക ഭൗമരാഷ്ട്രീയത്തിലും ആഗോള സുരക്ഷാ കാര്യങ്ങളിലും US തീരുമാനങ്ങളെ നടപ്പാക്കുന്ന ഒരു നിർണായക ശക്തിയായി നിലകൊള്ളുന്നു എന്നതും വിശ്വസമക്ഷം ഇതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.